ഹലോ മക്കളെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നെൻ്റെ ക്ലാസ് ഡെവലപ്മെൻറ്റ് എക്കണോമിക്സ്, അവിടുത്തെ മറ്റൊരു പോർഷനാണ്. ആ പോർഷനാണ് സ്റ്റേജ് തിയറി ഓഫ് ഡെവലപ്മെൻറ്റ്, അല്ലെ സ്റ്റേജ് തിയറി ഓഫ് ഗ്രോത്ത്, ഡെവലപ്ഡ് ബൈ W. റോസ്റ്റോ, വോൾട്ട് വൈറ്റ്മാൻ റോസ്റ്റോ, WALT, വോൾട്ട് വൈറ്റ്മാൻ റോസ്റ്റോ, W. റോസ്റ്റോ. ഇത് ഡിഗ്രിക്കും അതുപോലെ തന്നെ PG ക്ലാസ്സിലും ഒക്കെ വളരെ നന്നായിട്ട് ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു പോർഷനാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ സാർമാർക്കൊക്കെ ഇത് വലിയ കാര്യമാണെന്ന് തോന്നുന്നു. മിക്കപ്പോഴും ഉള്ള ക്വസ്റ്റ്യൻ്റെ അകത്തിലെല്ലാം ഡിഗ്രിക്കും അതുപോലെ PGക്കും ഒക്കെ ഞാനിത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് പഠിക്കുക. ഇതൊരു ആവറേജ് ഒരു തിയറി ഒന്നും അല്ല, ഇത് തിയറി എന്ന് പേരേ ഉള്ളൂ. ഇതൊരു തിയറി, ഒരു ഹിസ്റ്റോറിക്കൽ അപ്രോച്ചാണിത്. അതല്ലാതെ ഒരു തിയറി ആയിട്ടൊന്നും നമുക്കിത് പറയേണ്ട കാര്യമില്ല. എങ്കിലും the theory was developed by W. Rostow, stage theory. It is nothing but a historical process that leads economic development. അതായത് ഒരു തിയറിയിലൂടെ ഒരു പ്യൂർ, ഇറ്റ് ഈസ് നോട്ട് കൺസിഡർഡ് ആസ് എ പ്യുവർ എക്കണോമിക് തിയറി, ബട്ട് certain historical aspects which leads economic development in almost all economies of the world. അപ്പോൾ നമ്മുടെ ലോകരാജ്യങ്ങളിലെല്ലാം തന്നെ അവിടുത്തെ ആ ഗ്രോത്തിൻ്റെ ആ ഒരു ചരിത്രം അല്ലെ ഹിസ്റ്ററി എടുക്കാമെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഗ്രോത്ത് തന്നെയാണ്, ഹിസ്റ്റോറിക്കൽ സ്റ്റേജസ് ആണ്. ഡിഫറൻറ്റ് സ്റ്റേജസ് പ്രൊമോട്ടഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്, അതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോഴും നമ്മൾ കണ്ട പ്രസൻറ്റ് എക്കണോമിക് ഗ്രോത്ത് റേറ്റ് എല്ലാം അത് തന്നെയാണ്, ഹിസ്റ്റോറിക്കൽ പാത. There are certain essential conditions for this stage theory. ഇതിന് ചില സ്റ്റേജ് തിയറിക്ക് ചില കണ്ടീഷൻസ് ഒക്കെ റോസ്റ്റോ പറയുന്നുണ്ട്. ത്രൂ ഹിസ് വർക്ക് സ്റ്റേജസ് ഓഫ് എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്, സ്റ്റേജസ് ഓഫ് എക്കണോമിക് ഗ്രോത്ത്. അതിലൂടെ പറയുന്നുണ്ട് there are certain economic and non-economic factors, social factors and also institutional factors essential for economic development. അപ്പോൾ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ചാടിക്കേറി വരുന്നതല്ല, ഒരു സഡൻ കോൺട്രിബ്യൂഷൻ അല്ല. പിന്നെന്താണ് ഡിഫറൻറ്റ് സ്റ്റേജ്? ദർ ആർ സർട്ടൺ എക്കണോമിക് ഫാക്ടേഴ്സ്. എക്കണോമിക് ഫാക്ടേഴ്സ് മീൻസ് നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം എക്സെട്രാ ലീഡ്സ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. നോൺ എക്കണോമിക് ഫാക്ടേഴ്സ്, ദേ ആർ PQLI, ഫിസിക്കൽ ക്വാളിറ്റി ലൈഫ് ഇൻഡെക്സ്, ദെൻ HDI, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, ദെൻ വെൽഫെയർ ഇൻഡെക്സ്, ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സ് എക്സെട്രാ ലീഡ്സ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. അതും എക്കണോമിക് ഡെവലപ്മെൻറ്റ്. പിന്നെ നമുക്കറിയാം ചേഞ്ചസ് ഇൻ സോഷ്യൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് ഓൾസോ promoted economic development. All these are responsible for economic development. So he divided his theory or the economic process into 5 categories. But Rostow divides his theory or the process of economic growth or economic development into 5 categories. Number 1, traditional society. Number 2, precondition for takeoff. Number 3, takeoff. Number 4, drive to maturity. And last one, age of high mass consumption. First one, traditional society. നമുക്കറിയാം traditional society means more than 75% of the people engaged in agriculture and allied activities for their livelihood. അറിയാമല്ലോ. അപ്പോൾ മോർ ദാൻ 75% അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റി ഫോർ ദെയർ ലൈവ്ലിഹുഡ്. സോ ഇൻ ദ കേസ് ഓഫ് ക്യാപിറ്റൽ, സേവിങ്, ഇൻവെസ്റ്റ്മെൻറ്റ് എക്സെട്ര ആർ ഓൾവേസ് ബാക്ക്വേർഡ് ഇൻ ഡ്യൂറിങ് ദാറ്റ് പീരീഡ്. അവിടെ സേവിങ് ആണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ടോട്ടൽ ഔട്ട്പുട്ട് എക്സെട്ര ആർ ഇൻ ബാക്ക്വേർഡ്. ടോട്ടൽ ഔട്ട്പുട്ട് കുറവാണ്, അല്ലെങ്കിൽ സേവിങ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഒക്കെ കുറവ് ആയിരിക്കുന്ന ആ ഒരു സ്റ്റേജാണ് ഫസ്റ്റ് സ്റ്റേജ്, ദാറ്റ് ഈസ് ട്രഡീഷണൽ. എന്ന് വിചാരിച്ച് കംപ്ലീറ്റ് അണ്ടർ ഡെവലപ്മെൻ്റ് അല്ല, ദർ ഈസ് മൈനർ ഡെവലപ്മെൻറ്റ്. ഫോർ എക്സാമ്പിൾ ഇൻ അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, there is minor development. There was minor development. Minor development ഉണ്ടായിരുന്നു, അല്ലെ മൈനർ ഇംപ്രൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. പക്ഷേ they are not sufficient for their livelihood. അതാണ് പ്രശ്നം. They are not sufficient. That is, the produced goods or services are not sufficient for their livelihood. അപ്പോൾ അവരന്ന് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത് കൂടിയിട്ടുണ്ട്, പക്ഷേ അതെല്ലാം തന്നെ എടുത്താലും ശരി അവർക്ക് കംപ്ലീറ്റ് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉള്ള ഒരു രീതികൾ അല്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ലോ ക്യാപിറ്റൽ, അൺസ്കിൽഡ് വർക്കേഴ്സ്, അൺഎംപ്ലോയ്മെൻറ്റ് എക്സെട്ര. മോസ്റ്റ് ഓഫ് ദ റീജിയൻസ് ആർ സെൽഫ് സഫിഷ്യൻ്റ് റീജിയൻ ആണ്. അന്ന് സെൽഫ് സഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ എല്ലാം കിട്ടുന്നെന്നുള്ളതല്ല, ഒരു ചെറിയ ഏരിയ എടുത്ത്, അത് ഇൻഡസ്ട്രിയൽ ആയിക്കോട്ടെ അഗ്രികൾച്ചർ, സെൽഫ് സഫിഷ്യൻ്റ് ഏരിയ, കുറച്ച് ആൾക്കാർ അവരവിടെ അഗ്രികൾച്ചറൽ ഇൻഡസ്ട്രിയുമായിട്ട് ജീവിക്കുന്നു. യാതൊരു ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് ഇല്ലാത്ത ഒരു പീരീഡാണ്, ഒരു സെൽഫ് സഫിഷ്യൻ്റ് ഗ്രോത്ത് ആണ്. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് ദ ഫാമിലീസ് ആർ ഓൾവേസ് ട്രഡീഷണൽ ഇൻ ക്യാരക്ടർ. ട്രഡീഷണൽ ക്യാരക്ടർ, ദേ ആർ ഓൾവേസ് സപ്പോർട്ടഡ് ബൈ ദ റിച്ച് പീപ്പിൾ ഇൻ ദാറ്റ് ഏരിയ ഓർ ദ പ്രസ്റ്റീജിയസ് ക്ലാസസ് ഓർ ക്യാപിറ്റലിസ്റ്റ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ക്യാപിറ്റലിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു, അവരുടെ അണ്ടറിൽ ഈ ട്രഡീഷണൽ ഫാമിലി അങ്ങ് പോകുമായിരുന്നു. അതാണ് അവരുടെ രീതി. പിന്നെ തന്നെയുമല്ല എക്സ്ട്രാവഗൻ്റ് സ്പെൻഡിങ് അതുണ്ടായിരുന്നു. അവിടെ ഉള്ള പണം, അതായത്
The earning income is completely spent on funeral activities, marriage, etc. അതായത് അന്നെന്ന് പറഞ്ഞാൽ ഭയങ്കര ആഡംബരമായിരുന്നു ഈ ഫ്യൂണറൽ, അതായത് ശവസംസ്കാരം. അതുപോലും ആഡംബരമായിരുന്നു, ഒത്തിരി നാളത്തേക്ക് നീണ്ടു നിൽക്കുമായിരുന്നു വിവാഹം. ഇതിനൊക്കെ ഭയങ്കര സ്പെൻഡിങ്. അപ്പോൾ ബാലൻസ് ഒന്നും ഇല്ലാത്ത ആ ഒരു ട്രഡീഷണൽ സൊസൈറ്റിയാണ് ഫസ്റ്റ്. ഇനി സെക്കൻഡ് വൺ ഈസ് എ ട്രാൻസിഷണൽ സ്റ്റേജ്, ദാറ്റ് ഈസ് പ്രീ കണ്ടീഷൻ ഫോർ ടേക്ക് ഓഫ്. പ്രീ കണ്ടീഷൻ ദാറ്റ് ഈസ് ടേക്ക് ഓഫ്. അപ്പോൾ ആദ്യം ടേക്ക് ഓഫ് എന്താ? ടേക്ക് ഓഫ് മീൻസ് എ സെൽഫ് സസ്റ്റെയിൻഡ് ഗ്രോത്ത്. അതായത് ഒരു എക്കോണമിയിൽ ഒരു സെൽഫ് സസ്റ്റെയിൻഡ് ഇൻ ഓൾമോസ്റ്റ് ഓൾ ഫീൽഡ്, ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ, ദാറ്റ് മീൻസ് എസ് ഉൾപ്പെടെ എല്ലായിടത്തും റിച്ച് ലൈഫ് വരെ, ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വരെ അച്ചീവ് ചെയ്യുന്ന ആ ഒരു പൊസിഷനെയാണ് നമ്മൾ ടേക്ക് ഓഫ് എന്ന് പറയുന്നത്. ആ ടേക്ക് ഓഫ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് പാനക്കത്തില്ല. ദർ ആർ സർട്ടൺ കണ്ടീഷൻസ് എസെൻഷ്യൽ ഫോർ അച്ചീവിങ് ദി സ്റ്റേജ്. അപ്പോൾ ആ തേർഡ് സ്റ്റേജ് അച്ചീവ് ചെയ്യാൻ, ഈ ടേക്ക് ഓഫ് സ്റ്റേജ് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സർട്ടൺ കണ്ടീഷൻസ് ആർ എസെൻഷ്യൽ. ദാറ്റ് ഈസ് കോൾഡ് പ്രീ കണ്ടീഷൻ ഫോർ ടേക്ക് ഓഫ്. അതിനെയാണ് നമ്മൾ പ്രീ കണ്ടീഷൻ. പല കാര്യങ്ങൾ വേണം. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ട്രഡീഷണലിൽ നിന്നൊരു ട്രാൻസിഷനാണ്, ഫ്രം ട്രഡീഷണൽ ടു മോഡേൺ സൊസൈറ്റി, ഒരു ട്രാൻസിഷനാണ്. സോ ദർ ഈസ് എ സർപ്ലസ് ഓർ ദർ സർപ്ലസ് ക്യാപിറ്റൽ, സേവിങ് എക്സെട്ര, ഇൻവെസ്റ്റഡ് ഇൻ ഇൻഡസ്ട്രീസ്, അഗ്രികൾച്ചർ എക്സെട്ര. അതുപോലെ തന്നെ ദേ ഓൾസോ എൻഗേജ്ഡ് ഇൻ ഇൻഡസ്ട്രി, അഗ്രികൾച്ചർ, ട്രേഡ് ആൻഡ് കൊമേഴ്സ്, വിച്ച് ലീഡ്സ് റൈസ് ഇൻ നാഷണൽ ഇൻകം, ഇൻവെസ്റ്റ്മെൻറ്റ്, SOC എക്സെട്ര. ഇതെല്ലാം ഇവിടെ ഉണ്ടായി. SOC മീൻസ് ബോത്ത് പ്രൈവറ്റ് ആൻഡ് പബ്ലിക്. SOC പബ്ലിക്കിനെ നമ്മൾ ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെൻ്റ് എന്നും പ്രൈവറ്റിനെ നമ്മൾ ഇൻഡ്യൂസ്ഡ് ഇൻവെസ്റ്റ്മെൻ്റ് എന്നും പറയും. അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എ ന്യൂ നാഷണൽ സ്റ്റേറ്റ് ഈസ് ഫോംഡ് ഓൺ ദ ബേസ് ഓഫ് ന്യൂ പൊളിറ്റിക്കൽ സിസ്റ്റം വിത്ത് ഹൈ ക്യാപിറ്റൽ, ബോറോഡ് ക്യാപിറ്റൽ ഓർ ഇമ്പോർട്ടഡ് ഫൈനാൻസ് എക്സെട്ര. ഇതൊക്കെയായിരുന്നു അന്നത്തെ പ്രത്യേകത. അപ്പോൾ സെക്കൻഡ് സ്റ്റേജിലെ അതാണ് പ്രിപ്പറേറ്ററി സ്റ്റേജ്. സർപ്ലസ്, സേവിങ്, ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ തന്നെ ക്യാപിറ്റൽ എല്ലാം തന്നെ ഇൻവെസ്റ്റഡ് ഇൻ അഗ്രികൾച്ചർ, അലൈഡ് ആക്ടിവിറ്റീസ്, ഇൻഡസ്ട്രി, ട്രേഡ് ആൻഡ് കൊമേഴ്സ് എക്സെട്ര. ആസ് എ റിസൾട്ട് of this, there arose national income, then more investment, SOC in both private and public sectors, foreign finance. Thus, a surplus can be seen in the second stage. So, the extra income is used for a demonstration effect. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ്. അവിടുത്തെ ആൾക്കാർ, കാരണം അന്നേ ജനങ്ങളെല്ലാം ആഡംബരപ്രിയരാണ്. ദേ ഓൾവേസ് ഫോളോ ഓർ ഇമിറ്റേറ്റ് ദ ലൈഫ് സ്റ്റൈൽ ഓഫ് നെയ്ബേഴ്സ്. അതായത് മിക്കവാറുള്ള ആൾക്കാരെല്ലാം കുറച്ച് ഇൻകം കിട്ടിയാൽ, കുറച്ച് വരുമാനം കിട്ടിയാൽ തീർച്ചയായിട്ടും ഹൈ ഇൻകം പീപ്പിളിൻ്റെ ആ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണോ അതിനെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അതുകൊണ്ട് എന്താ പറ്റും? ഏണിങ്സ് കംപ്ലീറ്റ്ലി സ്പെൻഡിങ്. അതാണ് നമ്മുടെ അമേരിക്കൻ എക്കണോമിസ്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ജെയിംസ് ഡ്യൂസൻബറി കൊണ്ടുവന്നൊരു തിയറിയാണ് ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ്. അതൊക്കെയായിരുന്നു ആ സ്റ്റേജിൻ്റെ പ്രത്യേകത. എന്തായാലും ആ പ്രിപ്പറേഷൻ സ്റ്റേജ് കഴിഞ്ഞപ്പോഴത്തേന് ദ എക്കോണമി എൻറ്റേർഡ് ഇൻ ദ തേർഡ് സ്റ്റേജ്, ദാറ്റ് ഈസ് ടേക്ക് ഓഫ് സ്റ്റേജ് ഓർ സെൽഫ് സസ്റ്റെയിൻഡ് സ്റ്റേജ് ആണ്. അപ്പോൾ അവിടെ കാരണം എന്താണെന്ന് വെച്ചാൽ ഡെവലപ്മെൻറ്റ് ഈസ് നോർമൽ ഇൻ ഓൾമോസ്റ്റ് ഓൾ കേസസ്. മിക്കവാറുള്ളിടത്തെല്ലാം തന്നെ നോർമൽ ഡെവലപ്മെൻ്റ് ഉണ്ട്. ദാറ്റ് ഈസ് അച്ചീവ്ഡ് ബൈ ദ ഡെവലപ്ഡ് കൺട്രീസ് സച്ച് ആസ് ബ്രിട്ടൺ, ഫ്രാൻസ്, ദെൻ US, ജർമ്മനി എക്സെട്ര ബിഫോർ 1930. 1930 മുമ്പ് തന്നെ ഈ സ്റ്റേജിലേക്ക്, അതായത് ഈ സെൽഫ് സസ്റ്റെയിൻഡ് സ്റ്റേജ് അല്ലെങ്കിൽ ടേക്ക് ഓഫ് സ്റ്റേജിലേക്ക് അവർ കടന്നു. അതിൻ്റെ ഫലം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ലാർജ് സ്കെയിൽ ഇൻവെസ്റ്റ്മെൻറ്റ്, പെർ ക്യാപിറ്റ ഇൻകം, നാഷണൽ ഇൻകം, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്, ദെൻ ലാർജ് സ്കെയിൽ പ്രോഫിറ്റ്, expansion of industries, expansion of agriculture, employment opportunities, അതുപോലെ തന്നെ entrepreneurial skill, a social and political change completely can be seen in primary, secondary, tertiary sectors. അതായത് പ്രൈമറി എന്ന് പറയുമ്പോൾ അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റി, സെക്കൻഡറി എന്ന് പറയുമ്പോൾ മാനുഫാക്ചറിങ് സെക്ടർ, തെർഷ്യറി എന്ന് പറയുമ്പോൾ സർവീസ് സെക്ടർ. അവിടെ എല്ലാം തന്നെ ഒരു ഡിറൈവ്ഡ് സെക്ടർ, അതായത് അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, ട്രാൻസ്പോർട്ട്, കമ്മ്യൂണിക്കേഷൻ എക്സെട്ര ആർ കോൾഡ് ഡിറൈവ്ഡ് സെക്ടേഴ്സ്. അതായത് സെക്കൻഡ് സ്റ്റേജിൽ നിന്നുണ്ടായ വൻ നേട്ടമാണ്. ഇതെല്ലാമായിരുന്നു ഈ ടേക്ക് ഓഫ് സ്റ്റേജിൻ്റെ പ്രത്യേകത. അപ്പോൾ ആ ടേക്ക് ഓഫ് കണ്ടീഷൻ അച്ചീവ് ചെയ്ത ആരൊക്കെയാണ്? ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, US എക്സെട്ര ബിഫോർ 1930 മുമ്പ് തന്നെ. അപ്പോൾ ലാർജ് സ്കെയിൽ നാഷണൽ ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം, GNP, പ്രോഫിറ്റ്, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി, എക്സ്പാൻഷൻ ഓഫ് ഇൻഡസ്ട്രി, ലാർജ് സ്കെയിൽ എൻ്റർപ്രനോറിയൽ ഫെസിലിറ്റീസ്, എ ന്യൂ സെറ്റപ്പ്, എ ന്യൂ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ സെറ്റപ്പ് ക്യാൻ ബി സീൻ ഇൻ ദ തേർഡ് സ്റ്റേജ്, ദാറ്റ് ഈസ് ടേക്ക് ഓഫ് സ്റ്റേജ് എന്ന് പറയും. അപ്പോൾ അവിടെ ഇൻഡസ്ട്രി, അഗ്രികൾച്ചർ, സോഷ്യൽ ഓവർ ഹെഡ് ക്യാപിറ്റൽ ഉൾപ്പെടെ കംപ്ലീറ്റ്ലി ഡെവലപ്പ് ചെയ്തു. ഇനി അയാൾ പറയുന്നത് ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് ഡ്രൈവ് ടു മാച്യൂരിറ്റിയാണ്. തേർഡ് സ്റ്റേജിലൂടെ നമ്മളെല്ലാം അച്ചീവ് ചെയ്ത് ടേക്ക് ഓഫ് സ്റ്റേജ് ആയിക്കഴിഞ്ഞു. ഇനി ഫോർത്ത് സ്റ്റേജിലേക്ക് പോവുക. അതേതാണ്? മെച്യൂരിറ്റിയാണ്. മെച്യൂരിറ്റി സ്റ്റേജാണ്. അപ് ടു ഡേറ്റ് പ്രൊഡക്ഷൻ
technology are to be introduced, social structure is completely changes, overall national income, then reduction in agriculture and promotion of industry. അവിടെ നമ്മൾ ഓർത്തോണം, നമ്മളിപ്പോഴും ഈ പ്രൈമറി സെക്ടറിനെ അങ്ങോട്ട് റിഡ്യൂസ് ചെയ്തുകൊണ്ട് സെക്കൻഡറി ആൻഡ് ടേർഷ്യറി സെക്ടറിലേക്ക് പോകാൻ തുടങ്ങുകയാണ് 1930 ശേഷം. അപ്പോൾ അവിടെ അഗ്രികൾച്ചറിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് കുറഞ്ഞു. ആർക്ക് ഇമ്പോർട്ടൻസ് കൂടി? ഇൻഡസ്ട്രിക്ക് ഇമ്പോർട്ടൻസ് കൂടി. ഇൻഡസ്ട്രിക്ക് തന്നെയല്ല, ഇൻ്റർനാഷണൽ ട്രേഡ് ആൻഡ് ദാറ്റ് മീൻസ് കംപ്ലീറ്റ് മെച്യൂരിറ്റി ഇൻ എക്കണോമിക് ആക്ടിവിറ്റീസ്. എല്ലാ എക്കണോമിക് ആക്ടിവിറ്റീസിലും മെച്യൂരിറ്റി കിട്ടിക്കഴിഞ്ഞു. ഫോർ എക്സാമ്പിൾ ഹൈ സ്കിൽഡ് വർക്കേഴ്സ്, അതുപോലെ തന്നെ പിന്നെ ഹ്യൂജ് സാലറി ഓർ വേജ് റേറ്റ്, ദാറ്റ് ലീഡ്സ് ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, മൈഗ്രേഷൻ ഫ്രം റൂറൽ ഏരിയ ടു അർബൻ ഏരിയ, ദെൻ മോർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, എക്സ്പെർട്ട് മാനേജ്മെൻറ്റ് ആൻഡ് ദസ് ഇൻഡസ്ട്രിയലൈസേഷൻ. ദാറ്റ് ഈസ് ദ ഫീച്ചേഴ്സ് ഓഫ് ഫോർത്ത് സ്റ്റേജ്. അപ്പോൾ ഫോർത്ത് സ്റ്റേജിലേക്ക് വന്നപ്പോൾ തന്നെ ഒരു ന്യൂ ടെക്നോളജി, അതിൻ്റെ ഫലം എന്താണ്? നാഷണൽ ഇൻകം, ഹൈ ഇൻക്രീസ് ഇൻ നാഷണൽ ഇൻകം, റിഡക്ഷൻ ഇൻ അഗ്രികൾച്ചർ ആൻഡ് പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ട്രേഡ് ഓർ ഇൻ്റർനാഷണൽ ട്രേഡ്, ക്യാപിറ്റലൈസേഷൻ ഒക്കെ ഉണ്ടായി. ദാറ്റ് മീൻസ് ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻ ഓഫ് ദ വർക്കേഴ്സ്, സ്കിൽഡ് വർക്കേഴ്സ്, ദെൻ മൈഗ്രേഷൻ ഓഫ് പീപ്പിൾ ഫ്രം റൂറൽ ടു അർബൻ ഏരിയ ഫോർ ഗെറ്റിംഗ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, എക്സ്പേർട്ട് മാനേജ്മെൻറ്റ് ഫെസിലിറ്റീസ് ആൻഡ് ഇൻഡസ്ട്രിയലൈസേഷൻ. ഓൾമോസ്റ്റ് ഓൾ ദീസ് അച്ചീവ്ഡ് ബൈ, അതും ആരൊക്കെ തന്നെയാണ്? ബ്രിട്ടൻ, ജർമ്മനി, ഫ്രാൻസ്, റഷ്യ, ജപ്പാൻ, സ്വീഡൻ എക്സെട്ര. അതൊക്കെ തന്നെ ഒരു 1960 മുമ്പ് അവരെല്ലാം അച്ചീവ് ചെയ്തു. ദെൻ നമ്മൾ അവിടെ ഒന്നും വന്നിട്ടില്ല, നമ്മൾ തേർഡ് സ്റ്റേജിൽ പോലും വന്നിട്ടില്ല ഇന്ത്യൻ എക്കോണമി. കാരണം നമ്മളിപ്പോഴും സെക്കൻഡ് സ്റ്റേജ് പ്രീ കണ്ടീഷൻ ഫോർ ടേക്ക് ഓഫിൽ കിടക്കുന്നേ ഉള്ളൂ. കാരണം തേർഡ് സ്റ്റേജ് വന്നിരുന്നുവെങ്കിൽ, ടേക്ക് ഓഫ് സ്റ്റേജ് വന്നിരുന്നുവെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് നല്ല എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയും ക്യാപിറ്റലും ഡെവലപ്മെൻറ്റും ഒക്കെ ഉണ്ടാകാമായിരുന്നു. പക്ഷേ ഇപ്പോഴും നമ്മളില്ല. ഇപ്പോഴും ഏകദേശം 30% നമ്മൾ പോവർട്ടി ലെവലിലാണ്. പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, 30% ഇപ്പോഴത്തെ നമ്മളെ ഒന്നും ഡെവലപ്പിംഗ് കൺട്രി എന്ന് പോലും പറയാൻ ഉള്ള ശേഷി നമുക്കില്ല. അതാണ് കാരണം ഈ ടേക്ക് ഓഫ് സ്റ്റേ ഒക്കെ നമ്മൾ അച്ചീവ് ചെയ്യുന്ന 2030 ചെയ്യുമെന്ന് നേരത്തെ ഒന്ന് സൂചനയുണ്ടായിരുന്നു. നടക്കുകയല്ല, ഇപ്പോൾ 2024 ആകുകയാണ്. അപ്പോൾ 30 ഒരു 60 ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ വന്നേക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ ബാക്കി 2 സ്റ്റേജിനെ പറ്റി നമുക്ക് ചിന്തിക്കുക പോലും വേണ്ട, സ്വപ്നമേ കാണണ്ട. ഫിഫ്ത്ത് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഹൈ മാസ് കൺസംഷൻ. ഹൈ മാസ് കൺസംഷൻ മീൻസ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ക്യാൻ എൻജോയ് ഓൾ ഫ്രൂട്ട്സ് ഓഫ് ലൈഫ്. ജീവിതത്തിൻ്റെ എല്ലാ മധുരങ്ങളും എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിക്കാൻ കഴിയുന്ന ഒരു ജനതയാണ് ഏതാ? ഫിഫ്ത്ത് സ്റ്റേജ് ഹൈ മാസ് കൺസംഷനാണ്. എന്ന് പറഞ്ഞാൽ ഓൾ ഫ്രൂട്ട്സ് ഓഫ് ലൈഫ്, ഫ്രൂട്ട്ഫുൾ ലൈഫാണ് എല്ലാവർക്കും. ഹൈ സോഷ്യൽ വെൽഫെയർ, സെക്യൂരിറ്റി, അതുപോലെ കൺസ്യൂമേഴ്സ് സോവറിറ്റി. കൺസ്യൂമർ തീരുമാനിക്കും വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് എന്നൊക്കെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ. കൺസ്യൂമേഴ്സ് സോവറിറ്റിയാണ് അവിടെ. അതുപോലെ എക്സ്റ്റേണൽ പവർ ആൻഡ് ഇൻഫ്ലുവൻസ്, വലിയ വലിയ രാജ്യങ്ങളുടെ പവർ ആൻഡ് ഇൻഫ്ലുവൻസോടെ വരും. റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം വരും. ബെറ്റർ ഫാമിലി കണ്ടീഷൻസ് ഓർ ബെറ്റർ ഹൗസിംഗ് ഫെസിലിറ്റീസ്, ബെറ്റർ ഹൗസിംഗ് ഫെസിലിറ്റി, ക്ലോത്തിങ്, ദെൻ ഹാപ്പി ലൈഫ് എക്സെട്ര. അല്ലെങ്കിൽ ഫുഡ്, ക്ലോത്തിങ്, ഹൗസിംഗ്, ഇത് 3 നമ്മൾ നേരത്തെ മുതലേ പറയുന്നുണ്ടല്ലോ. എക്കണോമിക്സിൻ്റെ ബേസ് അതാണ്. ബെറ്റർ ഹൗസിംഗ്, അത് നമുക്ക് ഉള്ളതെന്ന് പറഞ്ഞാൽ മിനിമം മാത്രമേ ഉള്ളൂ. മിനിമം ഹൗസിംഗ്, മിനിമം ക്ലോത്തിങ്, മിനിമം ഫുഡ്, അതൊക്കെ ഉള്ളൂ. എന്നാൽ അത് ബെറ്ററായിട്ട് മാറ്റുക. തന്നെയല്ല ചീപ്പ് ഓട്ടോമൊബൈൽസ്, അതായത് ഫെസിലിറ്റേറ്റഡ് ചീപ്പ് ഓട്ടോമൊബൈൽസ്. എല്ലാവർക്കും ഇഷ്ടം പോലെ അവരുടെ ആഗ്രഹം അനുസരിച്ചുള്ള ഓട്ടോമൊബൈൽസ് അവർക്ക് കിട്ടും. അങ്ങനെയെല്ലാം തന്നെ. പിന്നെ റൈസിങ് അപ്പ് ഓഫ് എ ലാർജ് നമ്പർ ഓഫ് കൊമേഴ്ഷ്യൽ സെൻറ്റേഴ്സ്, ദാറ്റ് ഈസ് എസ്റ്റാബ്ലിഷിംഗ് പീസ് ആൻഡ് സെക്യൂരിറ്റി. അങ്ങനെ അതായത് ത്രൂ പ്രോഗ്രസീവ് ടാക്സ്, അതായത് ഇൻഡസ്ട്രിയലൈസേഷൻ വരുമ്പോഴത്തേക്ക് നമുക്കറിയാം പ്രോഗ്രസീവ് ടാക്സ്. ആസ് ഇൻകം ഇൻക്രീസസ് ടാക്സ് റേറ്റ് ഓൾസോ ഇൻക്രീസസ്. അതിനെയാണ് നമ്മൾ പ്രോഗ്രസീവ് ടാക്സ് എന്ന് പറയും. അപ്പോൾ അതിലൂടെ ഒക്കെ തന്നെ വൻ നേട്ടങ്ങൾ നമുക്കുണ്ടാകും. പക്ഷേ അതും ഒരു 1980 മുമ്പ് തന്നെ അച്ചീവ് ചെയ്ത രാജ്യങ്ങളാണ് US, UK, ജപ്പാൻ എക്സെട്ര. അപ്പോൾ കണ്ട ആ സ്റ്റേജിൻ്റെ പ്രത്യേകത. അപ്പോൾ ഹൈ സോഷ്യൽ സെക്യൂരിറ്റിയാണ്, ഹൈ സോഷ്യൽ വെൽഫെയർ ആണ്, ബെറ്റർ ലിവിങ് കണ്ടീഷനാണ്, കൺസ്യൂമേഴ്സ് സോവറിറ്റി ഉണ്ട്, എക്സ്റ്റേണൽ പവർ ഉണ്ട്, റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ഉണ്ട്, അതുപോലെ തന്നെ ബെറ്റർ ഓട്ടോമൊബൈൽ സിസ്റ്റം, ഫുഡ്, അതുപോലെ തന്നെ ഷെൽട്ടർ, ഹൗസിങ് എക്സെട്ര. അപ്പോൾ അവിടെ നമുക്ക് കംപ്ലീറ്റ് പീപ്പിൾ ക്യാൻ എൻജോയ് ഓൾ ഫ്രൂട്ട്സ് ഓഫ് ലൈഫ്. അതാണ് 5ാമത്തെ സ്റ്റേജ്. നമ്മളെവിടെ കിടക്കുന്നേ ഉള്ളൂ? സെക്കൻഡ് സ്റ്റേജ്. അപ്പോൾ ഈ ഫസ്റ്റ് ട്രഡീഷണൽ സെക്ടറിൽ നിന്ന് നമ്മൾ 5th സ്റ്റേജിലേക്ക് വരുന്നതാണ് ഇപ്പം നമ്മുടെ ലോകത്തിലെ എക്കണോമിക് പ്രോസസ്സ്. അത് പല രാജ്യങ്ങളും അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ഗ്രോത്ത് പ്രോസസ്സ് അതാണ് W റോസ്റ്റോ പറഞ്ഞിരിക്കുന്ന സ്റ്റേജ് തിയറി. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും ഒറ്റ പ്രാവശ്യം വായിച്ചാൽ തന്നെ കേട്ടാൽ തന്നെ മനസ്സിലാകുന്ന രീതിയാണ്. അപ്പോൾ ഓർക്കുക, നന്നായിട്ട് മനസ്സിലാക്കിയെടുക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. ഓക്കെ.